ഹലോ 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 എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഉച്ചയൂണാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. സാധാരണ ഒന്നിക്ക് രാവിലെ അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ലേ ഞാൻ കാണിക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയൂണ് മാത്രം നിങ്ങൾക്ക് കാണിക്കാന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു ഷോർട്ട് ഇടാന്ന് കേട്ടോ. പിന്നെ തോന്നി ഷോർട്ട് എന്താ, ഇതാ വന്നു ദേ പോയി, അത്ര സമയമല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളോട് സംസാരിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ വെച്ച് കുറച്ചു നേരം നമുക്ക് സംസാരിക്കാമല്ലോ, എന്നെ കാണുന്ന കുറച്ച് പേരില്ലേ, അപ്പോൾ അവരോടൊക്കെ ഒന്ന് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയല്ലേ നമ്മൾക്ക് പരിചയപ്പെടുക, അല്ലാണ്ട് ഒന്നും സംസാരിക്കാതെ നമുക്കൊന്നും പരിചയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ചു നേരമൊക്കെ സംസാരിക്കാൻ വിചാരിച്ചു. തിരിച്ച് നിങ്ങളെങ്ങനെയാണ് എന്നോട് സംസാരിക്കുക? നിങ്ങൾ എന്നോട് കമൻറ്റിൽ കൂടെ സംസാരിക്കൂ. അപ്പോൾ എൻ്റെ പേരെന്താ അറിയാലോ, രജനി. വ്ളോഗിൻ്റെ പേര് തന്നെയാണ് രജനി. അപ്പോൾ പറയാം, നിങ്ങൾക്ക് പറയാം രജനി നീ സംസാരിക്കുന്നത് ശരിയായില്ല, അല്ലെങ്കിൽ ക്ലിയർ ആവുന്നില്ല ഒക്കെ പറയാമല്ലോ. നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എല്ലാ കാര്യവും എന്നോട് പറയാം. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. ഇപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ ശരിയാണോ ചെയ്യുന്നത് തെറ്റാണോ ചെയ്യുന്നതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്താണ്, ഇപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞോളൂ. എന്തായാലും സന്തോഷം. നിങ്ങളെ കമൻറ്റിനും ലൈക്കിനൊക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അരി അടുപ്പത്തിട്ടു. ഇന്ന് ചെറുപയറല്ല പരിപ്പും മത്തനും പിന്നെ ചെറിയ ഉള്ളിയും കൊണ്ടുള്ള സാമ്പാറാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇന്ന് ചെറിയ ഉള്ളിയും പരിപ്പും കൂടെ ഉള്ള സാമ്പാർ ഉണ്ടാക്കാനായിരുന്നു ആദ്യം വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ മത്തൻ എന്ത് വരുന്നത് കേടായി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ മത്തനും ചെറിയ ഉള്ളിയും പരിപ്പും കൂടെ ഒരു സാമ്പാർ വെക്കാം, നല്ല ടേസ്റ്റ് ആണല്ലോ ഉള്ളി മത്തനും കൂടെ ഉള്ള സാമ്പാറൊക്കെ. അപ്പോൾ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പ് വേവട്ടെ. പരിപ്പ് വെന്ത ശേഷം നമുക്ക് ഉള്ളിയും മത്തനും ഇട്ട് കൊടുക്കാമല്ലോ. ചെറിയ ഉള്ളിയും മത്തനും അത്രയൊക്കെയല്ലേ വേവുള്ളൂ. ആ സമയമാകുമ്പോഴേക്ക് തന്നെ എന്തായി, നമ്മൾ അരി തിളച്ച് വന്നു കേട്ടോ. അരി തിളച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെടുത്തിട്ട് ആ പോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വെച്ചു. ഇനിയിപ്പോൾ അവിടെയൊക്കെ ഇരുന്നിട്ട് അതങ്ങനെ വെന്തോളും. സമയമുണ്ടല്ലോ. ഒന്നാമത് കുറുവ അരിയാണ് വെച്ചത്, അപ്പോൾ കുറേ ടൈം ഉണ്ടാവും. അത് തിരക്കൊന്നുമില്ല, അങ്ങനെ ആവട്ടെ. അപ്പോൾ അവിടെയെല്ലാം അതിൻ്റെ അടുത്ത് നിന്ന് ഞാൻ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയില്ല, ഞാൻ ഇതിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ ഇടയിൽ അരി തിളച്ചു കിട്ടോ. അരി തിളച്ചിട്ട് ഗ്യാസിൻ്റെ അവിടെയൊക്കെ ആയി. അപ്പോൾ ഞാൻ വെച്ചാൽ അത് തുടച്ചെടുക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ അരി എന്തെങ്കിലും കത്തിക്കുമ്പോൾ അവിടെ മൊത്തം ഒരു വൃത്തിയില്ലാതാവും ഗ്യാസ് മൊത്തം. അപ്പോൾ അതിനെക്കാട്ടും നല്ല അപ്പം തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ടാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ അതവിടെ തുടച്ച് അവിടെ വൃത്തിയാക്കിയിട്ടു കേട്ടോ. അങ്ങനെ ഞാൻ അപ്പം ഇതാ കുക്കർ വിസിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒരു വിസിലും കൂടെയൊക്കെ ആയൊന്ന് ഓഫാക്കി വെക്കാം, അത്രയും. പരിപ്പ് വന്നിട്ടുണ്ട്, ഞാൻ പുതിർത്ത് വെച്ചതായിരുന്നു പരിപ്പ്, അതുകൊണ്ട് തന്നെ വേഗം വേവുമല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചെറിയുള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ നന്നാക്കിയിട്ടു കേട്ടോ, ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമല്ലേ, പെട്ടെന്ന് നന്നാക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു, പുളിയും പുതിർത്ത് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ മത്തൻ കണ്ടില്ലേ കേട് വന്നു കുറച്ചൊക്കെ. അത് ഒന്നാമത് എന്താ പറയുക, 2-3 ദിവസമായി മര്യാദയ്ക്ക് നമ്മൾ കൂട്ടാൻ അങ്ങനെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്നലെ ആണെങ്കിൽ കല്യാണത്തിന് പോയി, അതിന് മുമ്പ് ഓണാഘോഷം, അങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് കൂട്ടാൻ വെക്കാത്തതുകൊണ്ട് ഈ മത്തൻ എടുക്കേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ടാണ് മത്തൻ അങ്ങോട്ട് കേട് വന്നത്. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, എന്നാൽ പിന്നെ ആ മത്തനും ഉള്ളിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ അത് നന്നാക്കി എടുത്തോട്ടോ. ഇനിയും ഉണ്ട് ഒരു കഷ്ണം കൂടെ മത്തൻ ബാക്കി, അത്രയല്ലേ വേണ്ടു, കറി കുറച്ച് കൂട്ടാനല്ലേ വേണ്ടു. അങ്ങനെ ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ഈ മത്തനും ശരിക്കും പറയുകയാണെങ്കിൽ മത്തനും ഉള്ളിയും നല്ല ടേസ്റ്റാണ്. പക്ഷെ മത്തൻ എന്താണെന്നറിയോ, കുറച്ച് മധുരം വേണം. ഇതിന് കളറ് മാത്രമേ ഉള്ളൂ, മധുരം കുറവാണ്. ഓലം വെച്ചാലും വലിയൊരു സ്വാദ് തോന്നില്ല. അങ്ങനെ ഞാൻ ആ കഷ്ണം ഇട്ട് അതിലേക്ക് പുളി ഒഴിച്ചു കേട്ടോ. പുളി ഒഴിച്ചു, പിന്നെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുകയാണ്. ആ സമയത്ത് ഞാൻ മോനുണ്ട് കേട്ടോ അവിടെ അടുക്കളയിൽ നിൽക്കുന്നത്. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞത് ആ മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് എടുത്തിട്ട് പോകുന്നത്. അപ്പോൾ അവൻ പാട്ട് പാടിയത്. അപ്പോൾ പാട്ട് പാടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനൊരു ഡാൻസ് കളിക്കാറ്. അവൻ പറയുകയാണ് എല്ലാവരും കാണുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടോട്ടെ, കുഴപ്പമില്ല, ഞാനൊരു ഡാൻസൊക്കെ കളിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് അവൻ്റെ പാട്ടിനനുസരിച്ചിട്ട് ഒന്ന് തല കുലിക്കിയതാണ് കേട്ടോ. ഒരു രസമല്ലേ നമ്മളിങ്ങനെ ഓരോ ഇതൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അതാകുമ്പോൾ ഞാൻ മഞ്ഞപ്പൊടി ഇടുമ്പോൾ കണ്ടില്ല. ഇനി വീടിനൊരു വികൃതിയായി, സ്കൂളില്ലാത്ത ദിവസം അവനിങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാവും ചെയ്യാൻ. എൻ്റെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നിട്ട് എന്തെങ്കിലും വികൃതി കളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ടേ, കുട്ടികളെ കളികളെല്ലാം നമ്മൾ ആസ്വദിക്കുമല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, തേങ്ങ വറുക്കണം കേട്ടോ. പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളി അങ്ങനെയൊന്നും ഇട്ടില്ല കേട്ടോ സാമ്പാറിന്. വെറുതെ തേങ്ങയും കരുവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് വറുത്തെടുത്തു. അപ്പോൾ അങ്ങനെ
അവിടെ നിന്ന് കിടന്നിട്ടൊന്ന് ഏകദേശം ഒന്ന് ചുവന്ന്, അധികം ചുവന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത വിധത്തിലൊക്കെ ഒന്ന് ചുവന്ന് വരുന്നവരെ. ഇത് ഉള്ളി സാമ്പാർ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഉള്ളി വറക്കാൻ എടുക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ വേറെ എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇടും, അപ്പോൾ അതൊരു വേറെ ഒരു ടേസ്റ്റാണ്. അല്ലാതെയും വെക്കും കേട്ടോ, എളുപ്പത്തിനും വെക്കാറുണ്ട്, തേങ്ങ അരയ്ക്കാതെയും വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി മല്ലിപ്പൊടിയും ഇത്തിരി സാമ്പാർ പൊടിയും. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കില്ലേ ഞാൻ ഗ്യാസ് മാത്രമാണ് ഉപയോഗിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ മഴക്കാലത്ത് ഞാൻ അടുപ്പ് തൊടില്ല. പിന്നെ കാരണം എനിക്ക് വിറകൊക്കെ ഇങ്ങനെ ഒരു നനഞ്ഞ പോലെ ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ എനിക്ക് കത്തുകയില്ല. പക്ഷെ വേനൽക്കാലത്ത് ഞാൻ എല്ലാ ഭക്ഷണവും അടുപ്പ് തന്നെയാണ് കേട്ടോ വെക്കുക. ചുക്കുവെള്ളം മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, പിന്നെ ഇപ്പോൾ ഞാൻ അടുപ്പിൽ വെക്കാറുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇപ്പം മഴക്കാലത്ത് ഗ്യാസിൽ വെക്കും. അങ്ങനെ സാമ്പാർ ഏകദേശം ശരിയായി. അപ്പോൾ കണ്ടില്ലേ, ഞാനേ സാമ്പാറിനൊക്കെ അരച്ചിട്ട് നിങ്ങളെ കാണിക്കണം അതിലേക്ക് ഒഴിക്കുന്നതൊക്കെ ഒഴിക്കുന്നതൊക്കെ കാണുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഞാനതങ്ങനെ വെച്ചിട്ടെടുത്തു. പിന്നെ അതിൽ കരുവേപ്പില ഇട്ട് തിളപ്പിച്ചു കേട്ടോ. അപ്പോൾ സാമ്പാർ നല്ല അടിപൊളി സാമ്പാർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കണ്ടില്ലേ എൻ്റെ മുഖഭാവം കണ്ടില്ലേ, നല്ല സൂപ്പർ സാമ്പാർ. ഉപ്പും എരിവും പുളിയും ഒക്കെ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ടേ. ഞാൻ കൈ കഴുകി വന്നതാ, കയ്യിൽ താക്കിയതല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് കടുകും കരുവേപ്പിലയൊക്കെ ഒന്ന് വറവ് ഇട്ടു. സാമ്പാർ എന്തായി, സെറ്റായി. ഇനിയിപ്പോൾ ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരി കോവക്ക കൊണ്ട് ഉപ്പേരി കേട്ടോ ഒന്ന് വെക്കുന്നത്, കോവക്ക ഉപ്പേരി. കോവക്ക ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, കോവക്ക അധികം ഉണ്ടാവും. ഒന്നിക്കൽ കോവക്ക പയറിട്ട് വെക്കും, അല്ലെങ്കിൽ കോവക്ക കായ മെഴുക്ക് വെട്ടിയാക്കി വെക്കും, അല്ലെങ്കിൽ ഇതേപോലെ വറവൊക്കെ ഇട്ടിട്ട് ഇത്തിരി ഉഴുന്നും കടുകും മുളകും കരുവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഇന്ന് വെക്കുന്ന പോലെ വെക്കും. എന്നിട്ട് കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കും, അല്ലെങ്കിൽ തേങ്ങ ചതച്ചിട്ടിട്ട് വെക്കും. അങ്ങനെ എന്തായാലും കോവക്ക ഉണ്ട്. ഡെയിലി നമ്മൾ കഴിക്കുന്ന ഒരു സാധനം എങ്ങനെയെങ്കിലും വ്യത്യസ്ത രീതിയിൽ നമ്മൾ കഴിക്കാനല്ലേ ഇഷ്ടപ്പെടാം. അല്ലെങ്കിൽ കോവക്കയും മുരിങ്ങക്കായും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് ഒരു കൂട്ടാൻ വെക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ കോവക്ക ഉപയോഗിക്കും. ഈ ഇല ചെറിയ കോവക്ക നല്ലൊരു സാധനമാണല്ലോ, അതുപോലെ പച്ചയിലും കഴിക്കാമല്ലോ. അപ്പം കോവക്ക ഉപ്പേരി ഇതാണ് റെഡിയായി. അതിനിടയിൽ ഞാൻ ആ കഴുകി വെച്ച ചട്ടുകം കൊണ്ട് അപ്പാട് ഞാൻ എന്ത് ചെയ്തു പറയുക അതിലിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിട്ട് അത് ഇങ്ങനെ എന്താ തിശ്ര് എന്ന് പറഞ്ഞിട്ട് പൊന്തി അങ്ങനെ വെള്ളമായപ്പോൾ എല്ലാം കൂടെ കണ്ടില്ലേ, തീ അങ്ങോട്ട് ഇതായിപ്പോയി. ഞാൻ ശ്രദ്ധിച്ചില്ല അതിൽ നനവുള്ളത്. അത് റെഡി. ഇനിയിപ്പോൾ കോവക്കയിലിട്ട് ഇത്തിരി മഞ്ഞളും ഇത്തിരി ഉപ്പും ഇട്ട് ആയിക്കഴിഞ്ഞാൽ എന്തായി, നമ്മളെ ഉപ്പേരി റെഡിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം അധികം ഒന്നും ഒഴിക്കുന്നില്ല, കാരണം അല്ലാതെ തന്നെ വേവുമല്ലോ ഈ കോവക്കയൊക്കെ, വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല അടിപൊളി ഉപ്പേരി ആയിരുന്നു കേട്ടോ. എന്തായാലും കുറച്ച് തേങ്ങയൊക്കെ ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ കിടന്നിട്ട് അത് വേവട്ടെ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കൂട്ടാനൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കണം. എന്നാൽ പിന്നെ പാത്രം കഴുകി വെച്ചാൽ പിന്നെ ആ പണിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ഉപ്പേരി ആക്കിയ ശേഷം സാമ്പാറൊക്കെ എന്ത് ചെയ്തു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. പിന്നെ കണ്ടില്ലേ ഒഴിച്ചു വെച്ചു. പിന്നെ അരിയും വാർത്ത അവിടെ വെച്ചു കേട്ടോ. അപ്പോൾ ഈ 2 പണിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ഉപ്പേരി അവിടെ നിന്ന് ആവുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കയ്പ്പൊക്കെ കൊണ്ടാട്ടം വറക്കാമെന്ന് വിചാരിച്ചു. മോനുള്ള സമയത്താട്ടോ ഇതൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് ഞങ്ങൾ കയ്പ്പൊക്കെ കൊണ്ടാട്ടം വറക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും അധികം അങ്ങനെ വറക്കാറില്ല, പപ്പടവും കച്ചല്ല. പക്ഷെ മോനിഷ്ടമായതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു പപ്പടവും കച്ചി കയ്പ്പൊക്കെ കൊണ്ടാട്ടമൊക്കെ വറുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 1 മണി ഒക്കെ ആകുമ്പോഴേക്ക് 1 മണിയാകുമ്പോഴേക്ക് പണിയൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് ചോറും സാമ്പാറും ഉപ്പേരിയും കയ്പ്പൊക്കെ കൊണ്ടാട്ടം പപ്പടമൊക്കെ കൂട്ടി ഊണ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ലോങ് ആണല്ലേ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക് യു.